പൈസ ഇല്ലാതെ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനമില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, എത്തരത്തിലാണ് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു മനസ്സമാധാനം നേടിയെടുക്കുന്നത്? അതിനുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 7 കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം അത് പാലിക്കുകയാണെങ്കിൽ, നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസമാധാനം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായി, നല്ലൊരു ജോലി നേടുക, അതിലൂടെ വരുമാനം ഉണ്ടാവുക. പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, എല്ലാവർക്കും ജോലി ഉണ്ടാവും, ഇനി നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ജോലി ഉണ്ടാക്കുക. ഇവിടെ ജോലി ഉണ്ടാക്കുക അല്ലെങ്കിൽ ജോലി നേടുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജോലി നേടിയെടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് മനസ്സമാധാനം തരുന്ന ഒരു ജോലി നമ്മൾ നേടിയെടുക്കുക. അത് ചിലപ്പോൾ നമുക്ക് സർക്കാർ ജോലി തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ മിക്കവരും പറയും സർക്കാർ ജോലിയായിരിക്കും നല്ലത്. അങ്ങനെ ഒന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസവേതനത്തിനുള്ള ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും ആ ജോലിയിൽ ഒരു ഇലക്ട്രീഷ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് പോകുന്നത്, ദിവസ വരുമാനമാണെങ്കിൽ അതായിരുന്നാലും മതിയാവും. നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ജോലിക്ക് പോവുക, അതിൽ നിന്നും ഒരു വരുമാനം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലാ ദിവസവും 1000 രൂപ എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ ജോലി കൊണ്ട് നമുക്കൊരു മനസമാധാനം കളയുന്ന രീതിയിലുള്ള ഒരു ജോലി ആവരുത്. ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ്റെ പ്രഷർ കാരണം നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഡ്യൂട്ടി ചെയ്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക. അതായത് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ നൈറ്റോ അല്ലെങ്കിൽ ഓവർ ഷിഫ്റ്റുകളോ ചെയ്യുന്നൊരു ഡ്യൂട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ ഒന്നും പോകാതെ, നമുക്ക് കൃത്യമായിട്ട്, അതായത് നമ്മൾ എല്ലാ ദിവസവും ഇത്ര രൂപ, എല്ലാ മാസവും ഒരു 20 ദിവസം ജോലി ചെയ്യുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒരു കൃത്യമായിട്ട് ഒരു വരുമാനം നമ്മൾ സെറ്റ് ചെയ്യുക. ഇത്തരത്തിൽ നമ്മളൊരു ജോലി, ഗവൺമെൻറ് ജോലിയൊക്കെയാണ് നേടുന്നതെങ്കിൽ അത് എത്രയും നല്ലത്. അല്ല എങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന ജോലിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്ക് മനസ്സമാധാനം തരുന്ന ഒരു ജോലി ഉണ്ടാവുക. ഇതിനെയാണ് നല്ലൊരു ജോലി നേടുക എന്നിവിടെ പറയുന്നത്. അപ്പോൾ നല്ലൊരു ജോലി നേടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാകും. അപ്പോൾ ഈ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ടായിരിക്കും വരുമാനത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മളൊരു വളരെ സാമ്പത്തികമായിട്ട് ചിന്തിക്കുകയും വലിയൊരു ജോലിയിലാണെങ്കിൽ അത്രയും അധികം വരുമാനം നമുക്കുണ്ടാവും. അപ്പോൾ രണ്ടാമത് എന്ന് പറയുമ്പോൾ നമ്മളൊരു വളരെ ചെറിയ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഇടത്തരക്കാരാണെങ്കിൽ, നമ്മളൊരു ദിവസവേതന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വരുമാനമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഇതവിടെ പ്രധാനമല്ല. നല്ലൊരു ജോലി എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, വരുമാനം എത്രയാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസം ജീവിച്ചു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വരുമാനമായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതിനെയാണ് നല്ലൊരു ജോലി നേടുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. വരുമാനത്തേക്കാൾ കുറവായിരിക്കണം നിങ്ങളുടെ ചെലവുകൾ. ഇതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞു, നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാകണം. നല്ലൊരു ജോലി എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരിക്കണം, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകണം. ഈ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു മാസം 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപയ്ക്കകത്തായിരിക്കണം നിങ്ങളുടെ ചെലവുകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 50,000 രൂപയാണ് നിങ്ങൾക്ക് വരുമാനമെങ്കിൽ 50,000 രൂപയ്ക്കും നിങ്ങൾക്ക് ആ മാസം ചെലവുണ്ടാകരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഒരു 50,000 60,000 രൂപയാണ് നിങ്ങൾക്ക് മാസം ശമ്പളമായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 30,000 രൂപയ്ക്കൊക്കെ നിങ്ങളുടെ ചെലവുകൾ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് അമിതമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ചെലവുകൾക്കോ നമ്മുടെ ഓരോ മാസത്തെയും വരുമാനത്തെ ഉപയോഗിക്കരുത്.
മിക്ക ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. അതായത് ദിവസ ജോലിക്കാണ് പോകുന്നത് എന്ന് കരുതുക. ഒരു ദിവസം 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്കും വീട്ടിലെ സാധനങ്ങൾ വാങ്ങുമ്പോഴും കടങ്ങൾ എന്തെങ്കിലും തലേ ദിവസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോഴും നമ്മൾ 1000 രൂപ ഒരു ദിവസം സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ പൈസ പൂർണ്ണമായിട്ടും ചിലവായി പോവുകയാണ്. അത്തരത്തിലുള്ള നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റുക. അതായത് പ്രധാനമായിട്ടും നിങ്ങളുടെ വരവിനേക്കാൾ കുറവായിരിക്കണം നിങ്ങളുടെ ചിലവുകൾ. എപ്പോഴും നിങ്ങളുടെ ചിലവ് കുറയ്ക്കുക. നിങ്ങൾക്ക് കൂടുതൽ ചിലവുണ്ട് എങ്കിൽ ആ ചിലവ് ഏത് രീതിയിലുള്ള ചിലവാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലത്തേക്ക് ആവശ്യമില്ലാത്ത ബേക്കറി സാധനങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു പ്രവണതയായിരിക്കും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ളതാണെങ്കിൽ പോലും നിങ്ങളത് ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ വാങ്ങി ഒരു ദിവസത്തെ ചിലവുകൾ അല്ലെങ്കിൽ ഒരു മാസത്തെ ചിലവ് നിങ്ങൾ പരിമിതപ്പെടുത്തി വരുമാനത്തേക്കാൾ കുറഞ്ഞ ചിലവുള്ളവരായി മാറുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസർവ് മണി സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വരുമാനത്തേക്കാൾ കുറവായിരിക്കണം നിങ്ങളുടെ ചിലവുകൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിലേക്കാളും കുറച്ച് ചിലവ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും കുറച്ച് പൈസ മിച്ചം ഉണ്ടാവും. ഈ മിച്ചം പിടിക്കുന്ന ഓരോ മാസവും അല്ലെങ്കിൽ ഒരു ദിവസവും നിങ്ങൾക്കുണ്ടാവുന്ന മിച്ചമുണ്ടാവുന്ന പണത്തെയാണ് റിസർവ് മണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ റിസർവ് ആയിട്ടുണ്ടാവും. നമുക്ക് സമ്പാദ്യം പോലെ നമ്മുടെ സേവിങ് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും ഓരോ മാസവും. അല്ലെങ്കിൽ ഒരു ദിവസ വരുമാനക്കാരാണെങ്കിൽ അങ്ങനെ. ഇനി നിങ്ങൾ ഒരു മാസമാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ഉണ്ടാവും. ഈ പൈസയിൽ നിന്നും നിങ്ങളൊരു എമർജൻസി ഫണ്ട് നിങ്ങൾ മാറ്റുക. എമർജൻസി ഫണ്ട് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നിങ്ങൾക്ക് പലപ്പോഴും സംശയമുണ്ടാകും. എമർജൻസി ഫണ്ടിനെ പറ്റി പല സാമ്പത്തിക വിദഗ്ധരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു എമർജൻസി ഫണ്ട് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും ജീവിക്കുന്നതിനുള്ള വരുമാനത്തെയാണ് നമുക്ക് എമർജൻസി ഫണ്ട് എന്ന് പറയാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം, 1,00,000 രൂപ നിങ്ങൾക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ബന്ധുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം, നമ്മൾ വിചാരിക്കാതെ വരുന്ന ഒരു കാര്യം, ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാം. അല്ലെങ്കിൽ ഒരു വരുമാനം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ജീവിച്ചു പോകുന്നതിന് അടുത്തൊരു ജോലി കണ്ടെത്തുന്നത് വരെ നമുക്ക് ജീവിക്കുന്നതിനുള്ള വരുമാനത്തെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മാസം നമുക്ക് എത്ര രൂപയാണോ ചെലവ് വരുന്നത് അതിൻ്റെ 6 ഇരട്ടി തുകയായിരിക്കണം നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ കരുതി വയ്ക്കേണ്ടത്. എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സേവിങ് ബാങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകും. അതിന് പുറമെ നമ്മൾ മറ്റൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുക. സേവിങ് അക്കൗണ്ട് എടുത്തായിരുന്നാലും മതിയാവും. ആ സേവിങ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൃത്യമായിട്ടും നമുക്ക് ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞില്ലേ, വരുമാനത്തെക്കാൾ കുറവായിരിക്കണം ചിലവ്. അപ്പോൾ ചിലവ് കഴിഞ്ഞിട്ട് വരുന്ന തുകയെ നമ്മൾ ആദ്യം തന്നെ ഈ അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇങ്ങനെ 2, 3 അല്ലെങ്കിൽ 4, 5 മാസം കൂടുമ്പോൾ നമുക്കൊരു എമർജൻസി ഫണ്ട് കൃത്യമായിട്ട് ഉണ്ടാവും. ഈ പൈസ നമ്മൾ ഒരു സേവിങ് അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും നമുക്ക് ATM ഉണ്ടായിരിക്കണം. എന്നാൽ ഒരിക്കലും ATM കാർഡ് ഉണ്ടായിരിക്കണം. നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എന്നാൽ എമർജൻസി ആയിട്ടൊരു പ്രശ്നം വന്നില്ല എങ്കിൽ ഒരിക്കലും എടുക്കാതെ ഇരിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് വയ്ക്കുക. ഇനി അബദ്ധവശാൽ ഒരു എമർജൻസി ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ചിലവാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു എമർജൻസി ഫണ്ടിലേക്ക് നമ്മുടെ ചെലവിൽ കഴിഞ്ഞു വരുന്ന പൈസ മാറ്റി ആ എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. അടുത്ത് പറയാൻ പോകുന്നത് 4ാമത്തെ കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ്. ഇവ രണ്ടും നമ്മൾ കൃത്യമായിട്ടും എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ആദ്യം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. നമുക്കുണ്ടാകുന്ന ഒരു രോഗം നമ്മുടെ സാമ്പത്തികത്തെ തകർക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാൻ വളരെയധികം പാടുപെടും. അതായത് നമുക്ക് ഒരു 50,000 രൂപ മാസം വരുമാനമുണ്ട് എന്ന് കരുതുക. അപ്പോൾ പെട്ടെന്നൊരു രോഗം വന്ന് ഒരു 3-4 ലക്ഷം രൂപ ചിലവ് വരികയാണെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് വന്നിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കടമെടുക്കും. ആ കടം വീട്ടാൻ വേണ്ടിയായിരിക്കും പിന്നീടുള്ള കാലം നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പിന്നെ അതിൽ നിന്നും റിക്കവർ ചെയ്ത്
ചെയ്ത് വരാൻ തന്നെ വർഷങ്ങളെടുക്കും. ചിലപ്പോൾ അതിൽ നിന്നും നമ്മുടെ സ്ഥലമോ വീടോ ഒക്കെ വിറ്റിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുക. ഓരോ വർഷവും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പുതുക്കുക, അല്ലെങ്കിൽ നമ്മളത് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സാധാരണക്കാരും അല്ലെങ്കിൽ സാമ്പത്തികം വളരെ കുറഞ്ഞവരും ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറില്ല. അപ്പോൾ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. ദിവസ ജോലിക്കാരൊക്കെ ാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒരിക്കലും എടുക്കാതിരിക്കുന്നതും. അവർ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങുകയോ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ പണയം വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും മനസ്സമാധാനം ഒക്കെ നഷ്ടപ്പെടുകയും വീട്ടിൽ ബന്ധുക്കൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആക്കി തീരുന്നത്. അപ്പോൾ ഈ വളരെ സാമ്പത്തികം കുറഞ്ഞ ദിവസ വരുമാനക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും വളരെയധികം തുക നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഒരിക്കലുമില്ല. അപ്പോൾ സർക്കാർ തന്നെ, കേന്ദ്ര സർക്കാർ തന്നെ അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വളരെയധികം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു പ്രീമിയമാണ്, വളരെ ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപയുടെ ഒക്കെ കവറേജ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് കൊടുക്കണം. വളരെ സാധാരണക്കാരാണ് നിങ്ങളെങ്കിൽ വെറും 20 രൂപ വാർഷിക പ്രീമിയം, ഒരു വർഷത്തിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കിട്ടുന്ന ഒരു പദ്ധതി PMSBY എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും സേവിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് എടുത്താൽ തന്നെ ഇൻഷുറൻസ് അപകട മൂലം ഉണ്ടാകുന്ന സ്ഥിരമായ അംഗവൈകല്യമൊക്കെ ഉള്ളവർക്ക് 2 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾ 436 രൂപ വർഷത്തിൽ അടച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ PMJJBY എന്ന് പറയുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ്, ഒരു ടേം ഇൻഷുറൻസ് ആണ്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾ 436 രൂപ മുടക്കണം. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ അപകടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും റിക്കവർ ചെയ്യുന്നതിന് വെറും 20 രൂപ വാർഷിക പ്രീമിയം വർഷത്തോറും നിങ്ങൾ അടയ്ക്കുക. അതിനുവേണ്ടി 2 ലക്ഷം രൂപ നമുക്ക് അപകട ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ നമ്മൾ മരണപ്പെട്ടാലോ ഉള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മാരകമായ രോഗം വരികയാണെങ്കിൽ അതിനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ചെറിയ തുകയ്ക്ക് ഒരു 2 ലക്ഷം രൂപയുടെ വാർഷിക മാസം 1000 രൂപ ഉള്ള ടേം ഇൻഷുറൻസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കുക. പലപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ അതിൽ നിന്നും നമ്മളൊരു 3 മാസത്തെ പ്രീമിയം വെച്ചടയ്ക്കും, അല്ലെ എല്ലാ മാസത്തും ഓരോ പ്രീമിയം വെച്ചടയ്ക്കും. അപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ LIC ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടണം എന്നുള്ള രീതിക്കായിരിക്കും കിടക്കുന്നത്. ഇത് തികച്ചും നഷ്ടമാണ്. ഒരിക്കലും നിങ്ങൾ അത്തരത്തിലൊരു ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. നമുക്കൊരു വണ്ടിയുണ്ട്, ഒരു ബൈക്കുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവില്ലേ, അതേപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഈ പൈസ നമുക്ക് ടേം ഇൻഷുറൻസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ നമുക്ക് ആ ഒരു വർഷം നമുക്ക് കവറേജ് കിട്ടും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഒരു വർഷത്തിൽ നമ്മളൊരു ടേം ഇൻഷുറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊന്നും ബാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് ഇൻഷുറൻസ് കിട്ടും, നമ്മൾ സാമ്പത്തികമായിട്ട് തകരില്ല. നമുക്ക് ഇത്തരം ചിന്ത, നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മളെ മനസ്സിൽ ഇത്തരം ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിൻ അതിനോട് പൊരുത്തപ്പെടുകയും നമുക്ക് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, തലച്ചോറിന് ആരോഗ്യം വരും, സാമ്പത്തികമായിട്ട് ഒരു മെൻ്റൽ പവർ വരും. അതോടെ നമുക്ക് ഒരുപാട് ശാരീരിക രോഗങ്ങളും ഇതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഒരു ആരോഗ്യം വരും. അതിനോടൊപ്പം തന്നെ അതുമൂലം നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളും വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുക.
അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തോടെ നിക്ഷേപം നടത്തുക, കടം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻഷുറൻസ് എടുത്തു എന്നുള്ള നേരത്തെ പറഞ്ഞു, അതേപോലെ നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതായത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടാവണം, വരുമാനത്തെക്കാൾ കുറവായിരിക്കണം ചെലവ്. ഇത്രയും കൃത്യമായാൽ മാത്രമേ നമുക്ക് അടുത്ത അഞ്ചാമത്തെ പോയിന്റായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉത്തരവാദിത്തോടെ നിക്ഷേപം നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും മനസമാധാനം കുറയുന്നത് എന്തായിരുന്നാലും നമുക്കൊരു കടം ഉള്ളത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ഹൗസിംഗ് ലോണിൻ്റെ കടമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വട്ടിപ്പലിശയ്ക്ക് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നു അതിനു വേണ്ടി കടം വാങ്ങിയതാവും, ഇനി മറ്റെന്തെങ്കിലും സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള കടം വാങ്ങിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കടമുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഈ കടം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്വത്തോടെ നിക്ഷേപം നടത്തുക എന്നുള്ളത്. നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. നമുക്കൊരു നമ്മുടെ കടം തീർക്കണം, അല്ല എങ്കിൽ നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു കാർ എടുക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയെ പറ്റി കരുതണം, അവർക്ക് വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി കുറച്ച് പണം ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാവണം. ഇത്തരത്തിൽ നമ്മുടെ മനസ്സിലൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കടം നമ്മൾ തന്നെ വീട്ടണമെന്ന് ഉത്തരവാദിത്വം ഉണ്ടായാൽ മാത്രമേ ആ കടം ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ രോഗങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് പേടിക്കേണ്ട കാര്യമില്ല. എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടാലും ഒരു 6 മാസത്തേക്ക് നമുക്ക് പിടിച്ച് നിന്ന് പുതിയൊരു ജോലിയിലേക്ക് പോകാം. നമ്മുടെ ചിലവ് കുറവാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പണം ഉണ്ടാവും. ആ പണം നമ്മൾ കടം തീർക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും ചെലവഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ കടം ഇതിലും കൂടൂലേ എന്ന്. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കടം കൂടില്ല, അല്ലെങ്കിൽ കുറയില്ല. എപ്പോഴും കടം കൂടിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത് ഈ കടം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ആദ്യമേ കടം ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും സാമ്പത്തിക കെണിയിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കടം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഒരു കടം അതിനു വേണ്ടി നമ്മൾ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് നമ്മുടെ കടം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ആറാമത്തെ പോയിന്റ്, നിക്ഷേപത്തിലൂടെ സമ്പാദിക്കുക, പണം സമ്പാദിക്കുക. അതായത് നിക്ഷേപത്തിലൂടെ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് പാസീവായിട്ടൊരു ഇൻകം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവണം, നമ്മൾ പണക്കാരനാവണം, സമ്പന്നനാവണം എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആറാമത്തെ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേ മതിയാവും. അതായത് നമുക്ക് കടമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണം നമുക്ക് സേവിങ് ഉണ്ടാവും. നമുക്ക് ഈ പണത്തെ കൃത്യമായിട്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുക്കുന്നതോ, നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റോ എന്തെങ്കിലും ഒരു കാര്യം പണം നമ്മൾ മാറ്റുക. അപ്പോൾ പലിശയ്ക്ക് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചത് ബ്ലൈഡ് പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല. നമ്മൾ അല്ലാതെ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വരുമാനം ഇങ്ങോട്ട് കിട്ടും. നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ നമ്മൾ കൃത്യമായിട്ടും എല്ലാ മാസവും കിട്ടുന്ന നമുക്ക് മിച്ചം വരുന്ന തുക നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പണം കുറച്ച് കാലം കഴിയുമ്പോൾ ആ കമ്പനി നമുക്ക് ഡിവിഡൻഡ് തരും. വർഷത്തിൽ നമുക്ക് 2 തവണയൊക്കെ ഡിവിഡൻഡ് അവരുടെ കമ്പനിയുടെ ലാഭം നമുക്ക് നൽകുന്നതാണ്. നമ്മൾ വാങ്ങിയ ഷെയറിന് ആനുപാതികമായിട്ട് തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് കുറേ അധികം പണം മാസത്തിൽ ഒരു 50,000, 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ നമുക്ക് സേവ് ചെയ്യാനുണ്ടെങ്കിൽ ഈ പണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമതൊരു വീടോ ഒരു കടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവും, നമ്മൾ ജോലി ചെയ്യാതെ തന്നെ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തിയാലും മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാലും നമ്മളൊരു കട വാടകയ്ക്ക് വാങ്ങി നമ്മൾ കടയൊക്കെ വാടകയ്ക്ക് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്നത് ഒരു പാസീവ് ഇൻകം ആയിരിക്കും.
നമുക്കൊരു ജോലിയുണ്ട്, ആ ജോലിയിൽ നിന്നൊരു വരുമാനമുണ്ട്, അതിൽ നിന്ന് നമ്മൾ ചിലവ് കഴിഞ്ഞ് കുറച്ച് വരുമാനം പണം സമ്പാദിക്കുന്നു. അതുപയോഗിച്ച് നമ്മൾ കുറച്ച് നിക്ഷേപം നടത്തി ഈ നിക്ഷേപത്തിൽ നിന്നാണ് നമുക്കിനി ഒരു വരുമാനം ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പണിയെടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് അതിൽ നിന്നൊരു പണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ പണത്തെ പറ്റി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിക്ഷേപത്തിലൂടെ പണം സമ്പാദിക്കുക, അതിൽ നിന്നൊരു പാസീവ് ഇൻകം സൃഷ്ടിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഈ 6ാമത്തെ പോയിന്റിലൂടെയാണ് നിങ്ങളുടെ വളരെയധികം വലിയൊരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നത്. അടുത്ത 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്തു, അതിൽ ചിലവെല്ലാം പോയി, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൈസ കിട്ടി, ആ പൈസ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി, പിന്നെ നിങ്ങളുടെ ചിലവ് കുറഞ്ഞത് കാരണം കുറേ പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ആ സേവ് ചെയ്ത പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നിക്ഷേപം നടത്തി, കടമെല്ലാം ഒഴിവാക്കി, പിന്നീട് നമുക്ക് ഒരു പാസീവ് ഇൻകം കിട്ടി. അപ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനമുണ്ട്, പിന്നെ നമുക്കൊരു പാസീവ് ഇൻകം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്വപ്നങ്ങൾ കാണാം. പകൽ സ്വപ്നങ്ങൾ കണ്ട് നമുക്കൊരു വീടുണ്ട് എങ്കിൽ നമുക്കൊരു രണ്ടാമതൊരു വീടിന് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം. രണ്ടാമതൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് കടമുറികൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വാടക കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്കൊരു നല്ലൊരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ നടത്താനുള്ള സാമ്പത്തികം ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ 6 പോയിന്റുകളും നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ 7ാമത്തെ പറഞ്ഞ കാര്യം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അത് സാക്ഷാത്കരിക്കുവാൻ, അത് നടപ്പിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടി മുകളിൽ പറഞ്ഞ ആദ്യം പറഞ്ഞ ഈ 6 പോയിന്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം നിങ്ങൾ ഓരോ മാസവും കൃത്യമായിട്ടും ചിലവ് കുറച്ച് കൊണ്ടുവരിക. എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കണ്ടതിന് ശേഷം, ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം അത് എഴുതി വയ്ക്കുകയോ അതിനുശേഷം അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങളുടെ കടങ്ങൾ തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം തന്നെ ഉണ്ടാകും. പലരും ആദ്യം കടങ്ങൾ വാങ്ങി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാറുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആദ്യം കടം വാങ്ങും, അതിനുശേഷം ബാങ്കുകൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് വരുന്ന വരുമാനം അനുസരിച്ച് നിങ്ങളുടെ ചെലവിനെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് കുറച്ച് വരുമാനം ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ആദ്യം 1-2 കൊല്ലത്തേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് നിങ്ങൾക്കൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.